നാഷണൽ പെൻഷൻ സ്കീം സംസ്ഥാനത്ത് നിലവിൽ വരുന്നതിന് മുൻപ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തസ്തികകളിൽ നിയമനം ലഭിച്ച ജീവനക്കാരുടെ മുഖം തിരിച്ച കേരള സർക്കാർ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അഥവാ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനുള്ള അവസരം നിഷേധിക്കുകയാണ് അധികൃതർ. നാഷണൽ പെൻഷൻ സ്കീം സംസ്ഥാനത്ത് നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തസ്തികകളിൽ നിയമനം ലഭിച്ച ജീവനക്കാരോട് മുഖം തിരിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ. NPS ബാധകമാക്കുന്നതിന് മുമ്പ് PSC വിജ്ഞാപനം ഇറങ്ങുകയും അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതുകയും ചെയ്ത ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അഥവാ പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനുള്ള അവസരം നിഷേധിക്കുകയാണ് അധികൃതർ. 2013 ഏപ്രിൽ 1 കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നത്. ഇതിനു മുമ്പ് വിജ്ഞാപനം ഇറങ്ങിയ തസ്തികകളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ ഏപ്രിൽ 1 കഴിഞ്ഞ് എന്ന സാങ്കേതിക കാരണം പറഞ്ഞായിരുന്നു ഇവർക്ക് പഴയ പെൻഷൻ നിഷേധിച്ചത്. ഒരേ വിജ്ഞാപനത്തിലൂടെ പരീക്ഷ എഴുതി ഒരേ റാങ്ക് ലിസ്റ്റിൽ വന്നവർ പോലും നിയമനത്തിലെ 1-2 മാസത്തെ വ്യത്യാസം 3 വ്യത്യസ്ത പെൻഷൻ പദ്ധതികളിൽ ഉൾപ്പെടുന്ന വിചിത്രമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളും ജീവനക്കാർക്ക് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. ജോലിയിൽ പ്രവേശിച്ച തീയതിയല്ല, മറിച്ച് തസ്തിക വിജ്ഞാപനം ചെയ്ത തീയതി മാനദണ്ഡമാക്കി ഇവർക്ക് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ കേന്ദ്രം അനുമതിയും നൽകി. NPS അക്കൗണ്ടിൽ അടച്ചിരുന്ന വിഹിതം PF അക്കൗണ്ടിലേക്ക് മാറ്റാനും കേന്ദ്രം സൗകര്യമൊരുക്കി കൊടുത്തു. എന്നാൽ കേരളത്തിലെ സാധാരണ ജീവനക്കാരുടെ കാര്യത്തിൽ സർക്കാർ ഇതേ മാതൃക പിന്തുടരാൻ തയ്യാറാകുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പഴയ പെൻഷനിലേക്ക് മാറാൻ സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു എന്നതാണ്. ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് സാധാരണ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പ്രതിഷേധിക്കുന്നത്. സമാന സാഹചര്യത്തിൽ നിയമനം ലഭിച്ചവർക്ക് നീതി ലഭ്യമാക്കണമെന്നും വിജ്ഞാപന തീയതി മാനദണ്ഡമാക്കണമെന്നുമാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.